എല്ലാരും വിളിച്ചു. അതെ, ഒന്നുകൂടെ അടിക്കൂ. പരമ്പരാഗതമായി കപ്പലണ്ടി കച്ചവടം ചെയ്തൊരു ഫാമിലിയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇല്ല ചേട്ടാ, അത് കയ്യിൽ നിന്ന് പോയി, വിട്ടേര്. നെൽസൺ ചേട്ടാ ഓടി വരൂ, ഓടി വരൂ. നെൽസൺ ചേട്ടൻസ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. പൂട്ടിക്കിടന്ന എതിർ വീടിന്റെ പറമ്പിലാണ് അവനെ ഞങ്ങൾ ആദ്യം കണ്ടത്. സുന്ദരനായ അവൻ എല്ലാവരെയും പേടിയായിരുന്നു. കുരയ്ക്കാത്തത് കൊണ്ട് ആരോ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതായിരുന്നു അവനെ. അനു അവനൊരു പേരിട്ടു, മഹേഷ്. അലീനയുടെ പട്ടിക്കുഞ്ഞുങ്ങളായ രമേശും സുരേഷുമായിരുന്നു അതിന് പ്രചോദനം. ചേട്ടനോടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ചേട്ടന് ആക്ടിവിറ്റി റൗണ്ടിൽ നാരങ്ങ തലയിൽ ഇട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ പാത്രം പൊട്ടിച്ചതിന് ചേട്ടന് അഥവാ സമ്മാനം കിട്ടിയാൽ തന്നെ ഫ്രിഡ്ജിന്റെ വാതിൽ ഞാൻ ചവിട്ടി പൊട്ടിച്ചിട്ട് കൊടുക്കുള്ളൂ. കേട്ടല്ലോ? ഫൈൻ അടക്കണം. എവിടെയായിരുന്നു അവനെ ഞങ്ങൾ ആദ്യം കണ്ടത്? കാരണം ചേട്ടന് നാരങ്ങ പോലും ശ്രദ്ധിക്കേണ്ടി ഒന്നുമില്ല, വെറുതെ നിൽക്കുമായിരുന്നു. പാത്രം പൊട്ടിച്ച് ഞങ്ങൾ ക്ഷമിക്കും ചേട്ടാ, ഉത്തരം പറഞ്ഞു. ഡിസ്റ്റർബൻസ് ആയി, അപ്പൊ ഞാൻ ശരിക്കും കേട്ടില്ല. അതൊരു ഡിസ്റ്റർബൻസ് ആണ്, അത് പ്രതീക്ഷിക്കേണ്ട ചേട്ടൻ. ആരാണ് അവന് പേരിട്ടത്? എന്തായിരുന്നു അവന്റെ പേര്? പൂട്ടിക്കിടന്ന എതിർ വീടിന്റെ പറമ്പിലാണ് ഞങ്ങൾ അവനെ ആദ്യം കണ്ടത്. എവിടെയായിരുന്നു ഞങ്ങൾ അവനെ ആദ്യം കണ്ടത്? പൂട്ടിക്കിടന്ന എതിർ വീടിന്റെ പറമ്പിൽ. ആരാണ് അവന് പേരിട്ടത്? അനു. എന്തായിരുന്നു അവന്റെ പേര്? മഹേഷ്. ആക്ടിവിറ്റിയും പൂർത്തിയാക്കിയില്ല, 3 കഥകളും പറഞ്ഞില്ല. നമുക്ക് വിജയം പ്രഖ്യാപിച്ചാലോ? ഇല്ല, നോക്കട്ടെ, ഒന്നും പറയാൻ പറ്റില്ല. പുള്ളി മുടി വളർത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം നടക്കുമെന്നുള്ളത് നമുക്ക് വന്ന് കണ്ടാൽ തന്നെ അറിയുള്ളൂ. ആ മുടി കണ്ടാൽ അതിൽ ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ, വരട്ടെ, ഓടി വരൂ. നമ്മുടെ അടുത്ത മത്സരാർത്ഥി വന്നു കഴിഞ്ഞു. ഇനി അതും കൂടെ താഴോട്ട് പൊട്ടിക്കണം. നമ്മുടെ കയ്യിൽ ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ല, അതവിടെ വെക്കൂ. ഇതാ വെച്ചു. ആ മിടുക്കൻ. ചേട്ടന് മനസ്സിലായോ എല്ലാം? എന്താ ചെയ്യണ്ടെന്ന് അതെടുത്തു. ചേട്ടൻ നല്ല കുട്ടിയായിട്ടിരിക്കുന്നല്ലോ, ഞാൻ പറയുന്നതൊക്കെ കേട്ട്. ഇല്ല, നോക്കട്ടെ. ശബരീഷ്, യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. അങ്ങനെയായിരുന്നു രാമേശ്വരം. മധ്യകാലഘട്ടത്തിലെ ജീർണിച്ച ഏതോ ഉത്തരേന്ത്യൻ പട്ടണത്തിന്റെ ഉറക്കം തൂങ്ങിയ ഭാവം. ക്ഷേത്രത്തിൽ നിന്നും ഉറക്കെ കേൾക്കുന്ന ഭക്തിഗാനത്തോടൊപ്പം ഉണക്കമീനിന്റെ മനമടുപ്പിക്കുന്ന ഗന്ധം. ലേലം വിളിച്ച് പിണ്ടം വെപ്പിക്കുന്ന പുരോഹിതർ. ശ്രീലങ്കൻ തമിഴിന്റെയും ഹിന്ദിയുടെയും സങ്കര ശബ്ദങ്ങൾ. മതവും വംശവും ഭാഷയും വിയർപ്പിലരിഞ്ഞില്ലാതാകുന്ന തോണിമറവുകൾ. കൗണ്ട് ഡൗൺ സ്റ്റോപ്പ്. ഇത് വളരെ ബുദ്ധിപരമായ നീക്കമായിരുന്നു. എന്തു പറ്റി? പുള്ളി അവിടെ ഒന്നും കിട്ടിയില്ലെന്ന് അറിഞ്ഞപ്പോ പാത്രം തള്ളിയിട്ടിട്ട് പുള്ളി കഥ കേൾക്കാനായിട്ട് നിന്നു. വരൂ, നിൽക്കൂ. ഏത് പട്ടണത്തിന്റെ പേരാണ് ഈ കഥയിൽ പറഞ്ഞത്? രാമേശ്വരം. എന്തിന്റെ മണമാണ് മനം അടുപ്പിച്ചത്? മീനിന്റെ ഗന്ധം. ഉണക്കമീനിന്റെ ഗന്ധം. ഉണക്കമീനിന്റെ ഗന്ധം. ക്ഷേത്രത്തിൽ നിന്ന് എന്താണ് കേട്ടത്? പുരോഹിതന്റെ എന്ത്? രോദനം, മർദ്ദനം, മന്ത്രോച്ചാരണം. വ്യക്തമായി കേട്ടില്ല, സോറി. ഏത് പട്ടണത്തിന്റെ പേരാണ് ഈ കഥയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞു? രാമേശ്വരം എന്ന് പറഞ്ഞു. ഉത്തരം ശരിയാണ്. ആക്ച്വലി ചേട്ടൻ രാമേശ്വർ എന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടന് ചെറുതായിട്ട് രാഹുൽ ഈശ്വറിന്റെ ഒരു കട്ടില്ലേ? അയ്യോ, ഇവിടെ ചർച്ച ചെയ്യാൻ സമയമില്ല, ദൈവത്തെ ഓർത്ത് പ്ലീസ്. എന്തിന്റെ മണമാണ് മനം അടുപ്പിച്ചത്? ഉണക്കമീനിന്റെ. 2 ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 20 മാർക്ക്. ഇനി 20 മാർക്കുകളാണ് ശബരീഷ് മേടിച്ചത്. എന്നാൽ നെൽസൺ ചേട്ടൻ മേടിച്ചത് ഈ റൗണ്ടിൽ 0 മാർക്കുകളാണ്. നെൽസൺ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നല്ല സന്തോഷമുണ്ട്. വേറൊന്നുമില്ല അല്ലേ? എന്നാ കുറച്ച് സമ്മാനങ്ങൾ തന്നാൽ മേടിക്കുമോ? അത് വാങ്ങിക്കും. നന്ദിനി ചെല്ലു.